സരിതയുടെ മായാത്ത ഓർമ്മയ്ക്ക് വേണ്ടി. സർ. നോ, ജെയിംസ്. സരിത അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം. വർക്കി, ആ ജീപ്പിനകത്ത് സൂട്ട് കേസും ബാഗും ഉണ്ട്. വരൂ. ഏതാ സാറേ പുതിയ കേസ്? എന്തോ? അല്ല, തലവേദന കേസാണോ? അങ്ങനെയാണെ കുപ്പി എടുത്തോണ്ട് വരാ. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയാനുള്ള പറഞ്ഞത്. എന്റെ കർത്താവേ, ഇതുപോലൊരു വലിയ കുരിശ് തന്നില്ലെങ്കിലും എനിക്കൊരു ചെറിയ കുരിശിനെങ്കിലും തന്നൂടെ? എന്താ പേടി തോന്നുന്നുണ്ടോ? മിസ്സസ് എവിടെ? വരൂ. ഇതാണ് ബെഡ്റൂം. ഞാൻ മിസ്സസിനെ പറ്റിയാ ചോദിച്ചത്. ഇതാണ് ബാത്റൂം. സരിത കുളിച്ച് ഫ്രഷായി വരൂ. അയ്യോ, എന്താ ചന്ദ്രൻ നെറ്റിയില്? സാരമില്ലമ്മേ, ട്രെയിനിൽ നിന്നൊന്ന് ഉറങ്ങിപ്പോയി, തല സൈഡിലൊന്നും ഇടിച്ചു. കൊള്ളാം. എന്തുറക്കം ഉറങ്ങിയത്? കുംഭകർണ സാരിയായിരുന്നോ? അത് തന്നെ. അവളുടെ താമസ സൗകര്യം എല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതുവരെ എന്റെ മിസ്സസിനെ കണ്ടില്ലല്ലോ. അവൾ വീട്ടിൽ പോയിരിക്കുക. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം. ഭക്ഷണം കഴിഞ്ഞിട്ടാകാം ബാക്കി. വിളമ്പിവെക്കും. ആഹാരം കഴിക്കാം. സരിതയ്ക്ക് ഇവിടെ കിടക്കാം. ഞാനാണ്. കറണ്ട് പോയതാ. കിടന്നോളൂ. സ്ഥലം മാറി കിടന്നുകൊണ്ട് ഉറങ്ങാൻ താമസിച്ചാണ്. ബാങ്ക് മാനേജരോട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് സരിത ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളാം. ഹോസ്റ്റൽ ഇവിടെ അടുത്ത് തന്നെ ഒന്നുണ്ട്. ഞാൻ അന്വേഷിക്കാം. തലവേദന എങ്ങനെയുണ്ട്?
രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് പണ്ട്. ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്നു കാണുമെന്ന്. എന്ത് കണ്ടപ്പം? കുളി. എങ്ങനെ? ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? ആ. അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ഹോസ്റ്റൽ വാർഡൻ സ്ഥലത്തില്ല. 2 ദിവസം കഴിഞ്ഞേ വരൂ. വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ? അല്പം സൗകര്യമുള്ളതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ അന്വേഷിച്ചത്. മറ്റു പല ഹോസ്റ്റലുകളിലും സുരക്ഷിതത്വം കുറയും. എന്നെ വിശ്വാസമാണെങ്കിൽ 2 ദിവസം കൂടെ ഇവിടെ കഴിയാം. എന്നെ നശിപ്പിക്കരുത്. ഇനിയൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അത് വേണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഒരു കാലത്ത് എന്റെ കിടപ്പറ പങ്കിട്ട സ്ത്രീകൾ അനവധിയാണ്. പക്ഷെ അതിലൊന്നുപോലും ബലാത്സംഗമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആനന്ദം എനിക്ക് വേണ്ടതിനും. ജെയിംസ്, നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഹോസ്റ്റലിൽ പോകുന്നില്ല. താങ്ക് യു. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ബാലേട്ട, ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. സുഖം തന്നെ. ബാലേട്ടനെ കാണാൻ കഴിയുന്നില്ലെന്ന ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. എത്രയും വേഗം ഞാൻ ബാലേട്ടന്റെ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാം. അമ്മയോടും രേഖയുടെ അന്വേഷണം പറയണം എന്ന് സരിത. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. എന്താ ഇത്? എനിക്ക് ശമ്പളം കിട്ടിയതാ. ഇതെനിക്കെന്തിനാ? 1 മാസമായല്ലോ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഓ, വാടകയായിരിക്കും അല്ലേ? അതിനിവിടെ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ താമസം വേണ്ട. എനിക്ക് പേടിയാന്ന് വിചാരിച്ചേ സരിത ഇവിടെ കാണുന്നൊന്നും കിടക്കണ്ട. ഇഷ്ടമുള്ളപ്പം ഇവിടെ ഇറങ്ങിപ്പോ. അല്ല ജെയിംസ്, ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി
ഇത് വേണ്ടെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും. വർക്കി, വർക്കി, ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണത്തുന്നത്? എഴുന്നേറ്റ് ചോറ് വിളമ്പിത്താ. വേണേ വിളമ്പി തിന്നോ, എന്നിട്ട് ആ പാത്രവും കഴുകി വെച്ചേരെ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തോണ്ട് അതും കൂടെ കഴുകി വെച്ചേരെ. മഴ മഴ അയ്യോ സാറെ പോത്തി. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴിക്കണം. ആര് പറഞ്ഞു? ആരാ സാറിനെ കഴുകാൻ പറഞ്ഞു? സാർ പാത്രങ്ങൾ അയ്യോ ഞാനങ്ങനെ പറയോ സാർ? അയ്യോ അയ്യോ കൊച്ചമ്മ ഇരിക്കണം സാർ. ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ? സാർ പണം വെച്ചു തിന്നണം സാർ, തിന്നണം. അയ്യോ സാർ, ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ എന്നെ പറഞ്ഞു തരരുത് സാർ. പാവമുണ്ട് സാർ. ഇരിക്കും. എന്താ? പ്രിയ ബാലേട്ട, എനിക്ക് ഇവിടെ സുഖം തന്നെ. പക്ഷെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമേ ഇന്നെനിക്കുള്ളൂ. എനിക്കെന്നും ധൈര്യം പകർന്നുകൊണ്ട് ബാലേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. രേഖേ, നമ്മുടെ ജെയിംസ് ജോർജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പഴയ ആളൊന്നല്ല, എത്രമാത്രം മാറിയിരിക്കുന്നു. അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതം തന്നെ. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കണ്ടുമുട്ടാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് സരിത. എന്താ ഏട്ടാ? സരിത അവളെ എനിക്ക് നഷ്ടപ്പെടുവോ? സരിത അത്രക്കാരൊന്നുമല്ല ചേട്ടാ. മനുഷ്യ മനസ്സല്ലേ, എപ്പോഴാ മാറുന്നതെന്ന് ആർക്കറിയാം. ഈ ഫയലെല്ലാം ഓഫീസിൽ കൊടുത്തേക്കും. ശരി സാർ. സരിതയ്ക്ക് മനസ്സിലായോ? എസ് ഐ കൃഷ്ണൻകുട്ടി. അന്ന് സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു. സ്ഥിരം പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം സോറി. സാറിന് കാപ്പി? ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. ഇരിക്കൂ. ഇത് ഭാര്യയായിട്ടില്ല, ഭാര്യയെ പോലെ. സാറ് കോളടിച്ചല്ലോ. സമ്മാനം എനിക്ക് വേണം സാർ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വന്നേക്കണം. മെസ് ഇൻചാർജ് കൃഷ്ണൻകുട്ടിക്ക്. ഓക്കെ സാർ. ഏതായാലും ഭാര്യ ആയിട്ടില്ലാത്ത ഭാര്യ എന്ന നിലയ്ക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ജെയിംസ്, വളരെ നാളായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സരിത പറയാതെ തന്നെ സരിതയുടെ മനസ്സ് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ്, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണ്. ഞാനും ബാലേട്ടനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ? എന്നോട് ക്ഷമിക്കൂ. സരിത, ഇന്നെന്റെ പിറന്നാളാണ്. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ സരിത എന്തെങ്കിലും ഒരു സമ്മാനം തരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് സസ്പെൻസ് ആക്കി വെച്ചത്. ഈ മോതിരം ഒരു സമ്മാനം. സമ്മാനം എപ്പോഴും ഓർമ്മിക്കേണ്ടതുകൊണ്ടാണ് അതിൽ പേര് എഴുതിയിരിക്കുന്നത്. ചേച്ചി. യെസ്, പുതിയ ജെയിംസ് ജോർജ്. സരിത അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണമെന്ന്? ഇന്ന് പോവാം. ഇനി ഒരു ദിവസം ആവാം. എന്റെ പിറന്നാളായിട്ട് സമ്മാനവും തന്നില്ല. ഇന്ന് എന്റെ കൂടെ കന്യാകുമാരിയിൽ വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ സമ്മാനം. I love you. I love you.
ഇത് വെറും വയറ്റ് വേണോ വർക്കി? രാവിലെ വയറ്റിനൊരു ചെറിയ തകരാറ്, സ്വപ്പം ആസവം തട്ടിക്കളയാന്ന് വെച്ചു. കാണട്ടെ ആസവത്തിന്റെ ഇത് പെണ്ണുങ്ങളുടെ ആസവമല്ല, ആ. ഇത് മൂലം, ദശമൂലം, അരപ്പട്ട, ആപ്പട്ട, ഈപ്പട്ട, വേപ്പുംപട്ട, കരിപ്പെട്ടി. സാറിങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ ചതിക്കല്ലേ, സാറിനോട് പറയരുത്. ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സാർ അറിയാത്ത സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. സരിതേ, ഡാഡിയും മമ്മിയും എനിക്ക് എഴുതിയിരുന്നു എന്റെ കല്യാണ കാര്യത്തെ പറ്റി. പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? ഉടനെ നടത്തണം. നടത്തണം. ഞാൻ ഡാഡിക്ക് എഴുതിക്കോട്ടെ. നമ്മുടെ കല്യാണം നാട്ടിലെ ഒരു മഹാസംഭവമായിരിക്കണം. മതങ്ങൾക്ക് മനുഷ്യനെ അകറ്റാൻ കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം. ഇനി നമ്മെ പിടിച്ചകറ്റാൻ വിധിക്ക് പോലും കഴിയില്ല. ആ ദിവസത്തിനു വേണ്ടിയുള്ള എന്റെ തപസ് ഞാൻ അവസാനിപ്പിക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴായിരിക്കും. സരിതേ, എന്താ ഇത്? എന്നോട് ക്ഷമിക്കൂ ജെയിംസ്. ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയാതെ പോയി. സരിതേ, ഞാൻ എന്റെ മനസ്സിന്ന് മറ്റൊരാളിന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. അമിതമായ മദ്യപാനമാണ് അപകടത്തിന് കാരണം. ഒരാഴ്ചയെങ്കിലും ഇവിടെ തന്നെ വിശ്രമിക്കട്ടെ. ഡാഡി, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ കുടിച്ചത്. മോൻ വിഷമിക്കാതെ. മോന് ഇതിനേക്കാൾ സുന്ദരിയായ പെണ്ണിനെ അമ്മച്ചി കണ്ടുപിടിച്ചു തരാം. വേണ്ട മമ്മി, മറ്റൊരു പെണ്ണെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്കില്ല. അത് ഞാൻ സരിതയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടാത്തത് മറ്റാർക്കും കൊടുക്കരുത്. എന്തിനാ കരയുന്നത്? ഇതൊക്കെ സാധാരണയല്ലേ. പിന്നെ പുതുമോടി ആയതുകൊണ്ട് അല്പം പ്രയാസം തോന്നും. ഏതായാലും ഹസ്ബൻഡ് നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാർ? എനിക്കൊരു അസുഖമില്ലല്ലോ. ഇവരൊക്കെ അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ വന്നിരിക്കുക. ഞാൻ മിനിസ്റ്ററെ കണ്ടു. നിനക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത 7-ാം തീയതി തന്നെ ചാർജ് എടുക്കണം. ഇനി അതാ നല്ലതെന്ന് തോന്നി. തീയും കരിമരുന്ന് ഒരിടത്തിരിക്കുന്നത് അത്ര ഭംഗിയല്ല. മോൻ സമാധാനായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണ്ടതുപോലെ ഒക്കെ ചെയ്യാം. മുൻകൂട്ടി നമ്മളിത് തീരുമാനിച്ചിരുന്നതല്ലേ. ഇനി വൈകിക്കണ്ട. ഞങ്ങളുടെ തടസ്സം കൊണ്ടാണോ അന്ന് തീയതിയും കൂടി നിശ്ചയിച്ചുറപ്പിച്ചപ്പോഴല്ലേ അവൾ ജോലിക്കെന്നും പറഞ്ഞു പോയത്? ഏതായാലും ഓണത്തിന് മുമ്പ് അങ്ങ് നടത്തിക്കളയാം. 7-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്.
സരിതേ, നീയും ബാലനും തമ്മിലുള്ള കല്യാണം അടുത്ത 7-ാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമുക്കിവിടെ അന്വേഷിക്കാനും പറയാനും ആളില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഈ കത്ത് കിട്ടിയാലുടൻ വേണ്ട ഒരുക്കങ്ങളോടെ വരാൻ നോക്കണം. അമ്മ. ചേട്ടൻ അങ്ങോട്ടൊന്ന് എഴുന്നേറ്റിച്ചല്ലേ. വേണ്ട രേഖ, ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോ ഞാനെന്തിനാ തപ്പിത്തറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്? ചേട്ടൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറയും. എനിക്ക് ഇങ്ങനൊരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞിട്ട് സമ്മതം ഉണ്ടെങ്കിൽ അവരെന്നെ കല്യാണം കഴിച്ചാൽ മതി. കാലേക്കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്താമായിരുന്നു. വളരെ നാളുകൊണ്ട് ബാലന്റെ കല്യാണം ആലോചിച്ചു വെച്ചിരുന്നതാ. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് കയറിയതും കല്യാണപ്പന്തലും പരിപാടിയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു കഷ്ടകാലത്തിന് പെണ്ണ് കാണാൻ വന്ന പെണ്ണിന്റെ കല്യാണമാണോ എന്ന്. ഇവിടെ ആദ്യമായിട്ട് നടത്തുന്ന കല്യാണമല്ലേ, കുറച്ച് കേവലമായിട്ട് നടത്താമെന്ന് വെച്ചു. കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്നാ അവന്റെ മോഹം. എന്നാ അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. ചേട്ടാ പതുക്കെ. വാ മോനെ. ബാലൻ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് അകത്തിരിക്കുകയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജ്യേഷ്ഠന് കാഴ്ചയില്ലെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ബാലന്റെ പാട്ട് സാധാരണയായി ഞാൻ റേഡിയോയിൽ കേൾക്കാറുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് തിരുവനന്തപുരത്താണ് ജോലിയില്ലേ? അതുകൊണ്ടെന്താ, പെങ്ങളെ പിരിയുന്നതിനുള്ള പ്രയാസമാണോ? ബാലൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും തിരുവനന്തപുരത്താ ജോലി. ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? സിത്താര ബാങ്കിൽ. സിത്താര ബാങ്കോ? അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എനിക്കറിയാമല്ലോ. പേര്? സരിത. ആളിന് മനസ്സിലായി. പക്ഷെ അവിടെയുള്ള സരിത ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയാണല്ലോ. എങ്കിലും ഇവിടെ 2 സരിതമാരുണ്ടായിരിക്കും. ഇത് എന്നോടൊപ്പം BL പഠിച്ചിരുന്ന കുട്ടിയാ. മിസ്റ്റർ ജെയിംസ് ജോർജിനെ അറിയാമോ? പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മകൻ. സരിത ഡിഗ്രി എടുക്കായിരുന്നതിന്റെ കാരണക്കാരൻ തന്നെ അയാളാ. എന്നാൽ എനിക്ക് ആളെ തെറ്റിയിട്ടില്ല. ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നി. കൃഷ്ണൻകുട്ടി പറഞ്ഞത് സത്യമാണ്. ബാലമാമയുടെ കല്യാണമായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഉത്സാഹിക്കാൻ വന്നതാ. ബാലമാമയുടെ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ വന്നോ? ചേച്ചി എന്തിനാ കരയുന്നത്? ബാലമാമ എവിടെയാ? ഈ ലോകത്തിന്റെ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ വയ്യാത്ത ഞാൻ എന്തിനു ജനിച്ചു? ദുഃഖിക്കാനോ
മരണം വരെ വേദനിക്കാനോ? സരിതേ, നിനക്ക് ഇത്രയും ക്രൂരമായ മറ്റൊരു മുഖം ഉണ്ടായിരുന്നു? ബാലുമമ്മേ, ബാലുമമ്മേ, മിനിക്കുട്ടിയോ? കല്യാണത്തിനായിട്ട് എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ചിലരൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് കുളിച്ച് കുറികെട്ടിരിക്കും. ഈ ബാലുമമ്മ ഒരു മണക്കൂസ. പിന്നെ ബാലുമമ്മേ, എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിപ്പിച്ചില്ലല്ലോ. ബാലമാമയുടെ പാട്ടൊക്കെ പോയി മോളെ. താളവും തെറ്റി, ശ്രുതിയും പോയി. അതൊന്നും എനിക്കറിയില്ല. ബാലുമമ്മയ്ക്ക് അറിയുന്നതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരണം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ഓ, മിനിക്കുട്ടി, അമ്പലക്കുളം എടുക്കാറായോ? നമ്മള് കുളത്തിനടുത്ത് നിൽക്കുന്നത്. കുളിച്ചിട്ട് വേണ്ടേ ദേവിയെ തൊഴാൻ? അയ്യേ, ബാലുമമ്മ ഇതുവരെ കുളിച്ചില്ലേ? കല്യാണത്തിനാണത്രേ. എന്നാ മോളൊരു കാര്യം ചെയ്യും, അമ്പലത്തിലോട്ട് നടന്നോളൂ. മാമ കുളിച്ചിട്ട് വരാം. ബാലുമമ്മ കുളിച്ചോ? ഞാനിവിടെ നിക്കാം. ആണുങ്ങൾ കുളിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ നിൽക്കരുത്. ഞാൻ ചെറിയ പെണ്ണല്ലേ? എന്നാലും പെണ്ണല്ലേ? ബാലുമമ്മ വേഗം വരണം. ഞാൻ ആൽത്തറിൽ ഇരിക്കാം. ആ. കണ്ണ് പരിശോധിക്കാതെ വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല. ഏതായാലും പേഷ്യന്റിനെ കൊണ്ടുവരൂ. 7-ാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാം. കണ്ണിന്റെ ജീവൻ തീരെ അറ്റുപോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, ജീവനുള്ള 2 കണ്ണുകൾ എനിക്കുണ്ടല്ലോ. അതിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടെങ്കിലും ഈ ലോകത്തിന്റെ വെളിച്ചം കാണാൻ സാറിനെ സഹായിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ശ്രമിക്കാം. സരിതേ, ഇവിടെ വെച്ച് നാം പിരിയുന്നു. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ദുഷ്ടനായ ജെയിംസിനെ ഓർമ്മിക്കണം. സരിതയുടെ വിവാഹത്തിന് ജെയിംസിന്റെ ഒരു എളിയ സമ്മാനം. സരിത, എന്റേതാകുന്ന ദിവസം ഈ സാരി ഉടുത്ത് നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരുവന്റെ ഭാര്യയാകാൻ പോകുന്ന നിന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാവമാണെന്ന് എനിക്കറിയാം. എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടിയേക്കും. ഈ മോതിരം അണിയാനുള്ള ഭാഗ്യം എനിക്കില്ല. ജെയിംസ്, ഞങ്ങളുടെ കല്യാണത്തിന് വരാതിരിക്കരുത്. സരിതയുടെ കല്യാണത്തിന് തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ എറണാകുളത്ത് ചാർജ് എടുക്കുന്നതും അന്ന് തന്നെയാണ്. I wish you a happy and prosperous married life.
ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവന്റെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. കരുതമോളെ, നിന്നെ മിന്നിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. എന്റെ ശവമായിരിക്കും താൻ എടുക്കുന്നത്. കലാലയ ജീവിതത്തിലെ കൊച്ചു കൊച്ചു തെറ്റുകളുടെ പരിണാമഫലം ഇത്തരം തീരാത്ത ദുഃഖങ്ങളായി മാറാതിരിക്കട്ടെ.